സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭാജീവിതത്തിന്റെ കഴിഞ്ഞ അനേക വർഷക്കാലത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കി കർത്താവെ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കിയതായി നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭ കലണ്ടർ അനുസരിച്ചുള്ള അവസാനത്തെ വാരത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. 52ാമത്തെ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞു. 52ാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ എത്തിയിരിക്കുന്നു. നാളത്തെ ശനിയാഴ്ചത്തെ ഒരുക്കധ്യാനം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ശുദ്ധീകരണ പെരുന്നാളിന്റെ 1ാം വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ ഉപകാരങ്ങളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിന്റെ ദാനങ്ങൾ ഞങ്ങൾ വേണ്ടവണ്ണം സ്വീകരിച്ചില്ലെങ്കിൽ, അത് ഉപേക്ഷിച്ചു കളഞ്ഞെങ്കിൽ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതെല്ലാം തിരികെ എടുക്കുവാൻ കർത്താവിന് ഞങ്ങളെക്കുറിച്ചുള്ളതായ നല്ല പദ്ധതികളും പരിപാടികളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് തന്നതായ സ്നേഹം ഞങ്ങൾ തിരികെ കർത്താവിന് തന്ന് അങ്ങനെ സ്നേഹം വാങ്ങുന്നവരും സ്നേഹം കൊടുക്കുന്നവരും സ്നേഹത്തിൽ വളരുന്നവരും അങ്ങനെ സ്വർഗീയ പിതാവിനോട് ഞങ്ങൾ പറ്റിച്ചേർന്ന് ഒരു ബാധയും കൂടാരത്തിനടക്കാത്ത അവസ്ഥയിലെ സംരക്ഷണ വലയത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പേരുപേരായി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവർ, വന്നിട്ട് തിരികെ പോയവർ, ഇന്ന് രാവിലത്തെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചോ പലയിടങ്ങളിലായി ഈ വെള്ളിയാഴ്ച ദിവസം ധ്യാനം നടത്തുന്നവർ, വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ധ്യാനത്തിലും എല്ലാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാൻ ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും വിഷയങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. 103ാം സങ്കീർത്തനത്തിൽ കൂടെ എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള വചനം ഞങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ചതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളേതെങ്കിലും ഉപകാരം മറന്നുപോയെങ്കിൽ ക്ഷമിക്കണമേ. പിതാവായ ദൈവത്തമ്പുരാൻ ഞങ്ങൾക്ക് സമ്മാനമായി തന്ന തന്റെ ഏകജാതനെ ഞങ്ങൾ മാമോദീസായിൽ സ്വീകരിച്ചെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടതായ ആ പുത്രനെ ഞങ്ങൾ പൂർണ്ണമായി വളർത്തി ആ പിതാവിന്റെ സ്നേഹം പുത്രനിലൂടെ, ആ പുത്രന്റെ സ്നേഹം പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ തലയായ ക്രിസ്തുവിനോളം വളർന്ന് ക്രിസ്തുവിന്റെ തലയോട് ചേരുന്ന ഉടലായി മാറി അങ്ങനെ ഞങ്ങൾ നിത്യതയിൽ നിത്യമായി നിത്യ ആനന്ദം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കൃപായുഗം തീരുന്നതിന് മുമ്പ് ഞങ്ങൾ വചനമായ യേശുവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി ആ യേശുവിനോട് ചേരുന്ന ഉടലായി ഞങ്ങളെ തലയോട് ചേരുന്ന ഉടലായി തീർന്ന് മണവാളിനോട് ചേരുന്ന മണവാട്ടിയായി മാറുവാൻ ഞങ്ങളുടെ ദേഹിയുടെ മണ്ഡലത്തെ, ഞങ്ങളുടെ സോളിനെ, ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. വിവാഹം നിശ്ചയം ചെയ്തെങ്കിലും വിവാഹം തിരികെ നടന്നിട്ടില്ല. വിവാഹത്തിനായിട്ടുള്ള ഒരുക്കത്തിന് നിന്നിരിക്കുന്ന ഈ കൃപായുഗത്തിനായി നന്ദി പറയുന്നു. ആ വിവാഹത്തിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ അവിടേക്ക് പറന്നു പോകാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തോട് ചേരുവാൻ ഞങ്ങളും വിശുദ്ധരാകണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. വിശുദ്ധനായ ദൈവത്തോടത്ത് വിശുദ്ധിയിൽ നിത്യതയിൽ കഴിയുവാനുള്ള ശുദ്ധീകരണ കാലം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു ശുദ്ധീകരണ പെരുന്നാളിന്റെ ഒരു വാരം തന്നിരിക്കുന്നതിനാൽ അതിനെ സ്തുതിക്കുന്നു. വരാൻ പോകുന്ന ശുദ്ധീകരണ പെരുന്നാളിന് ശേഷം വരാൻ പോകുന്ന പ്രതിഷ്ഠാ പെരുന്നാളും അതിന്റെ ശേഷമുള്ളതായ കർത്താവിന്റെ ജനന പെരുന്നാളും ഞങ്ങൾക്ക് അനുഗ്രഹകരമാകുവാൻ, കർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ, ഞങ്ങൾക്ക് അത് കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവിന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളുടെ പ്രതിഷ്ഠ ഞങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി പ്രതിഷ്ഠിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടുവാനും, അത് സ്വീകരിക്കപ്പെട്ടതിന് ശേഷം അത് അനുഗ്രഹവും സമാധാന ശക്തിയായി മടങ്ങി വരുവാനും, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത അനേക തലമുറകൾക്ക് കൈമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ. 103ാം സങ്കീർത്തനത്തിന്റെ 2ാം വാക്യം, കർത്താവിന്റെ ഉപകാരങ്ങൾ, സ്വർഗത്തിലെ പിതാവിന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞതായ വചനങ്ങൾ നമ്മൾ 100% അനുസരിച്ചിട്ടില്ല. പിതാവിന്റെ ഉപകാരങ്ങൾ പലതും നമ്മൾ മറന്നവരാണ്. മറവി എന്ന് പറയുന്നത് ഒരു അസുഖം നമുക്കെല്ലാവർക്കും ഉണ്ട്.
ഓർമ്മക്കുറവും അങ്ങനെ ഓർമ്മയില്ലാതെ മറന്നുപോകുന്ന കാര്യങ്ങൾ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുത്തും. അത് കർത്താവിനെ ദുഃഖിപ്പിക്കുമെന്നൊക്കെയും നമ്മൾ കേട്ടു. അതുകൊണ്ട് കുടിശ്ശിക തീർത്ത് മറന്നുപോയതെല്ലാം ഓർത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ജന്മസാഫല്യം അടയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവ് നമുക്ക് തന്നതായ പുത്രൻ ഒന്നാം സമ്മാനമാണ്. പുത്രൻ നമുക്ക് തരുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തരുന്ന സമ്മാനമാണ് വിശുദ്ധ സഭ. ഈ മൂന്ന് സമ്മാനങ്ങൾ ശരിക്ക് നന്ദിയോടെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് ബാക്കി സമ്മാനങ്ങൾ കിട്ടുകയുള്ളൂ. ഒത്തിരി സമ്മാനം തരാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മശരീര മനസ്സിലേക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് തരാൻ വെച്ചിരിക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്നൊരു വചനമുണ്ട്. കേട്ടിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തോട് നന്ദിയുള്ളവർക്ക് കർത്താവ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ട് അത്രയധികമാണെന്നാണ് പറയുന്നത്. നിത്യനായ ദൈവത്തിന്റെ സ്നേഹവാനായ ദൈവം ഒരു മോനെ നമുക്ക് ആദ്യം തന്നു. ആ മകൻ തന്റെ ആത്മാവിനെ നമുക്ക് തന്നു. അങ്ങനെ നമ്മളെ ദൈവത്തിന്റെ സ്വന്തമായിട്ട് മുദ്രകുത്തി വിവാഹം നിശ്ചയം ചെയ്ത് കയ്യെ മോതിരമിട്ട് കെട്ടിക്കോളാമെന്ന് പറഞ്ഞ് നമ്മളെ വളർത്തുക, നമ്മുടെ രോഗങ്ങൾ മാറ്റുക, നമ്മുടെ ശാപങ്ങൾ മാറ്റുക, നമ്മളെ കുളിപ്പിക്കുക. അങ്ങനെ യേശു തന്നെ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ കുളിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വർഗീയ മണവാളനായ യേശു മണവാട്ടിയെ കുളിപ്പിച്ച് വസ്ത്രം അണിയിപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ച് കല്യാണത്തിന് വിളിച്ചുകൊണ്ട് പോകുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ നല്ലൊരു മണവാളൻ നമുക്കുണ്ടായിട്ട് നമുക്കെന്നാ ഇതുവരെയും സന്തോഷമില്ലാത്തത്? നമുക്കെന്നാ ഇതുവരെയും ആ ദൈവസ്നേഹം തിരികെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. കിട്ടിയതിന് നമ്മൾ നന്ദിയില്ലാത്തവരായി തീർന്നാൽ ഹൃദയം ഇരുണ്ടുപോകും എന്നൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാവോ? റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്നതായ ഉപകാരങ്ങൾ മറന്നുപോയാൽ മറവിയുള്ള ഹൃദയത്തിൽ ഇരുട്ടുണ്ടാവും. ഇരുട്ടുള്ള ഹൃദയത്തിൽ പിശാച് കൂടുവയ്ക്കുമെന്നാണ് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അറിഞ്ഞ് നന്ദി പറഞ്ഞ് അവനെ ആരാധിച്ച് ഇനിയും തരാൻ വച്ചിരിക്കുന്നതോ ഏറ്റുവാങ്ങി അതിനെ ദൈവപദ്ധതിക്കായി പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകുമെന്ന് എഴുതിയിരിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ എത്രാം വാക്യാന്നറിയാവോ? റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 തൊട്ട് 21 വരെ വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ നന്ദിയില്ലാത്തവരോട് ദൈവകോപം വരുമെന്നാണ് പറയും. ദൈവസ്നേഹമില്ലാത്ത നന്ദിയില്ലാത്തവരുടെ ഹൃദയം ഇരുണ്ടുപോകും. ദൈവകോപം വന്നിട്ട് പല പ്രശ്നങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് ദൈവം എന്തെല്ലാം നമുക്ക് ഉറക്കെന്ന് പറയാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ദൈവത്തിന്റെ കോപം വരുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കരുത്. ദൈവത്തിന്റെ കോപം എങ്ങനെയാണ് പിന്നെ മാറ്റുന്നത്? റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ഇപ്പൊ സഭാ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അനീതി ഉണ്ടായിരുന്നോ? വഴിയും സത്യവും ജീവനുമായ യേശുവിനെ തടയുന്ന പരിപാടി വല്ലതും നമുക്കുണ്ടായിരുന്നോ? വചനമായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ തള്ളിക്കളഞ്ഞോ? അഭക്തിയിൽ അനീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അനീതികളും നമ്മുടെ അഭക്തികളും ദൈവകോപത്തിനിടയാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ ശുദ്ധീകരണ പെരുന്നാളിന് ദൈവകോപം മാറി ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ സത്യകുംഭസാരം നടത്തി നമ്മുടെ അനീതിയും നമ്മുടെ സത്യത്തെ തടുത്തതായ ആ പ്രശ്നങ്ങളും അഭക്തിക്കും എല്ലാം ക്ഷമ ചോദിക്കണം. ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ആ ദൈവകോപത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പിന്നെ പറയുന്നുണ്ട്.
നമ്മൾ ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറന്നതുകൊണ്ട് ആ അനീതിയുണ്ട്, അഭക്തിയുണ്ട്, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നമ്മുടെ നിരൂപണങ്ങളിലെ വ്യർത്ഥത, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ നന്ദിയില്ലാതെ ദൈവത്തെ മഹത്വീകരിക്കാതെ ഇരുന്നാൽ നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകും. ഇരുണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷേമമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവനെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമി. അപ്പോൾ റോമാലേഖനം 1-ാധ്യായത്തിന്റെ 18 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. നമ്മളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തി അത് ആരാധനയാക്കി മാറ്റിയില്ലെങ്കിൽ, അത് ഭക്തി ജീവിതത്തിലേക്ക് മാറ്റിയില്ല എങ്കിൽ ദൈവകോപം വരും. ആ ദൈവകോപം മാറ്റുവാൻ വേണ്ടി ഇതാ ഈ വർഷം വീണ്ടും ശുദ്ധീകരണ പെരുന്നാൾ വന്നിരിക്കുന്നു. നമ്മളെ അശുദ്ധമാക്കിയ സാഹചര്യങ്ങൾ, ദൈവകോപത്തിനിടയാക്കിയ സാഹചര്യങ്ങളോട് യാത്ര പറഞ്ഞ് സ്വർഗത്തിലെ പിതാവായ ദൈവം തനിക്കുണ്ടായിരുന്ന ഏകജാതനെ നമുക്ക് ജീവിത പങ്കാളിയായി തന്നിരിക്കുന്നു. അവനെ മാമോദിസായ നമ്മൾ സ്വീകരിച്ചതാണ്. ആ സ്വീകരിച്ച യേശുവിനെ 12-ാം വയസ്സിൽ പ്രതിഷ്ഠ പുതുക്കി അവനെ നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴിച്ചോ? സത്യകുംഭസാരം നടത്തിയോ? ഇറക്കിവിട്ട ഭൂതത്തിന് പകരം വേറെ 7 കൂടെ കയറി 8 നമ്മുടെ ഉള്ളിൽ കയറിയോ? അതിനെ ഇറക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ നടത്തിയോ? കഴിഞ്ഞ 1 വർഷക്കാലത്തെ 5 നോയമ്പുകൾ, ബുധൻവെള്ളി ഉപവാസങ്ങൾ, ഞായറാഴ്ച ആരാധനകൾ, ഇവയൊക്കെയും നമ്മുടെ ശുദ്ധീകരണത്തിന് മാത്രമല്ല ശക്തീകരണത്തിന് ഉതകുകയോ? അവയൊക്കെയും കർത്താവിന്റെ വചനപ്രകാരമുള്ള ജീവിതത്തിന്, ഭക്തി ജീവിതത്തിന് ഉതകുകയോ? ഭക്തി എന്ന് പറയുന്നത് ദോഷത്തെ വെറുക്കുന്നതാണെന്ന് സദൃശ്യവാക്യം 8:13 നമ്മൾ വായിക്കുന്നു. 13-14 യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. ഏതെല്ലാം ദോഷങ്ങളെ വെറുക്കണം? ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളവായ ഇവയെല്ലാം വെറുത്തു ഉപേക്ഷിച്ചെങ്കിലേ ഭക്തിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കുകയും ദൈവം വെറുക്കുന്നതിനെ നമ്മൾ വെറുക്കുകയും ചെയ്തെങ്കിലേ ഭക്തിയിൽ വളരാനൊക്കെ ഉള്ളൂ. അതാണ് നീതിയുള്ള ജീവിതം. നമ്മൾ ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിച്ചില്ല എങ്കിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന അഭക്തിയും അനീതിയും നമ്മുടെ സന്നിധിയിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വിലപ്പെട്ടു വരുന്നു എന്നാണ് പറയും. നമുക്കോ നമ്മുടെ മക്കൾക്കോ അനീതി കൊണ്ട്, അഭക്തി കൊണ്ട്, നന്ദികേട് കൊണ്ടുള്ള കോപം, ദൈവകോപം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കി. അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയം ഇരുണ്ടുപോയാൽ ഇരുട്ടത്ത് താമസിക്കുന്ന ജീവിക്കുന്ന ജീവികളുണ്ട്. നമ്മൾ പ്രകാശത്തിൽ യേശുവിനെ വളർത്തിയില്ല എങ്കിൽ, ജീവപ്രകാശമായ യേശുവിനെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചില്ല എങ്കിൽ, നന്ദികേടുകൊണ്ട് ഹൃദയം ഇരുണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ 4 തരം ജീവികൾ വളരും. നമ്മുടെ വീടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിലെ ഇരുട്ടുള്ള മുറികളിൽ താമസിക്കുന്ന ജീവികളുണ്ട്. പഴയ കാലങ്ങളിൽ നിലവറയുണ്ടായിരുന്നു. അറയും നിരയൊക്കെയുള്ള വീട്. ഇപ്പോഴുണ്ടോ? ഇല്ല. അറയും നിരയൊക്കെയുള്ള വീട്ടിലെ ആ ഇരുണ്ട അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഏതെല്ലാം ജീവികൾ കാണും? പാറ്റ കാണും അല്ലേ? പാറ്റായും എട്ടുകാലി, പിന്നെന്താ, ചുണ്ടലി,
ഇനി ഒത്തിരി ജീവികൾ ഇതിനകത്ത് കാണും അല്ലേ? അപ്പൊ അങ്ങനെ ഇരുട്ടത്ത് താമസിക്കുന്ന ജീവികളുണ്ട്. ഇരുട്ടത്ത് താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വാവലിനെ കുറിച്ച് കണ്ടിട്ടോ? വാവൽ ഇരുട്ടത്ത് അല്ലാത്തപ്പം എവിടെയും ഞാന്ന് കിടക്കില്ല. ഇങ്ങനെ ഇരുട്ടത്ത് താമസിക്കുന്ന ജീവികൾ സന്ധ്യയാകുമ്പോൾ അവരെ ഉണരും, നേരം വിളക്കുമ്പോൾ ഉറങ്ങും. നമ്മള് നമ്മുടെ ഹൃദയത്തിൽ യേശുവിന്റെ ജീവപ്രകാശം കയറ്റിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ താമസിക്കുന്ന രാത്രീഞ്ചരന്മാരുണ്ട്. രാത്രീഞ്ചരന്മാർ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചരിക്കുന്ന തിന്മയുടെ ശക്തികൾ. അതേതെല്ലാമാണ് എന്ന് 23-ാമത്തെ വാക്യത്തിലുണ്ട്. നമ്മളുടെ ഇരുട്ടത്ത് നമ്മുടെ ഉള്ളിൽ താമസിക്കുന്ന ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറിയ ഭൂതങ്ങളുടെ ഒളിപ്പിടങ്ങളായി മാറും. ഭൂതം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഇരുണ്ട ഹൃദയത്തിലെ ദൈവത്തെ സ്തുതിക്കാത്ത നമ്മുടെ ശക്തി വലിച്ചെടുത്താണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത്. പിശാചാണ് ഭൂതങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാത്തവരുടെ ഹൃദയത്തിൽ പിശാച് കയറും. പിശാച് കയറിയിട്ട് നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് കർത്താവിന് കൊടുക്കേണ്ട മഹത്വ ശക്തിയും കെട്ടിക്കിടക്കുന്ന മഹത്വ ശക്തിയും ചീത്തയാകും. ചീത്തയാകുന്ന മഹത്വ ശക്തിയും പിശാച് എടുക്കും. പിശാച് എടുത്തിട്ട് ഭൂതത്തെ സൃഷ്ടിക്കും. എന്നിട്ട് ഭൂതങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കും. ലഗിയോൻ ബാധിച്ച മനുഷ്യൻ, അവന്റെ ഉള്ളിൽ 6000 ഭൂതങ്ങളുണ്ടായിരുന്നു. എവിടെയാ എഴുതിയിരിക്കുന്നറിയാമോ? 6000 ഭൂതങ്ങൾക്ക് കയറിയിരിക്കാൻ തക്കോണം അവന്റെ ഹൃദയം അത്രയ്ക്ക് ഇരുണ്ടതായിപ്പോയി. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഒരു മനുഷ്യനെ സുഖപ്പെടുത്താനായിട്ട് ചെന്നപ്പോൾ അവന്റെ ഭൂതങ്ങൾ കയറി അവന്റെ സ്വഭാവങ്ങളെല്ലാം അതിനകത്ത് അവിടെ വിവരിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഗദരദേശത്ത് കർത്താവ് ഈ ഭൂതഗ്രസ്തനെ സുഖപ്പെടുത്താനായിട്ട് ചെന്നപ്പോൾ ഹൃദയത്തിൽ ഭൂതങ്ങളുണ്ടായി. ഇരുട്ടത്ത് ദൈവത്തെ സ്തുതിക്കാതെ നന്ദിയില്ലാതെ ജീവിച്ച ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ 6000 ഭൂതങ്ങൾ കയറി. 6000 ഭൂതങ്ങൾ ചേർന്ന ആ ഒരു കമ്പനിയുടെ പേരാണ് ലഗിയോൻ. ലഗിയോൻ എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരുടെ ഒരു കമ്പനിയുടെ പേരാണ് ലീജിയൻ. ലഗിയോൻ എന്ന് പറയുന്ന പേരങ്ങനെ വന്നതാണ്. 6000 പട്ടാളക്കാർ ചേർന്ന ഒരു സമൂഹത്തിന് ലീജിയൻ എന്ന് പറയുക. അങ്ങനെയാണ് ലഗിയോൻ എന്ന് പറയുന്ന പേരിൽ 6000 ഭൂതങ്ങൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറി. അതിന്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു? ആ ലഗിയോൻ ബാധിച്ച മനുഷ്യന്റെ സ്വഭാവങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ കണ്ടോ നിങ്ങൾ? മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് അവനെക്കുറിച്ച് അവിടെ എന്തൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്? അതിന് രാവും പകലും എന്താ ചെയ്തുകൊണ്ടിരുന്നു? അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ഉടനെ തന്നെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് കല്ലറയിലെ ശവക്കോട്ടയിലായിരുന്നു താമസം. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു. വിലങ്ങുരുമ്മി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ പിശാചിന്റെ ഭൂതത്തിന്റെ ഒരു സ്വഭാവം അടക്കമില്ലെന്നുള്ള, ആർക്കും കീഴടങ്ങുകയില്ല, അടക്കമില്ല. അവൻ ആർക്കും കീഴടങ്ങാതെ ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പോലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അപ്പൊ ഭൂതങ്ങൾക്ക് നമസ്കരിക്കാൻ അറിയാം കേട്ടോ. ഭൂതമുള്ളവർക്ക് നമസ്കരിക്കാൻ അറിയാം. ഭൂതത്തിനെ കൊണ്ട് നമസ്കരിച്ചാൽ വല്ല ഗുണമുണ്ടോ? ഭൂതത്തിന് അറിവൊക്കെയുണ്ട്. കർത്താവിനെ തിരിച്ചറിയാൻ കഴിവുണ്ട് ഭൂതത്തിന്. അപ്പോ ആ ഭൂതം കർത്താവിനെ നമസ്കരിച്ചെന്നാ അങ്ങനെ ഇരുന്നോട്ടെന്ന് പറഞ്ഞോ? അവനെ അവിടെ ഇറക്കി വിടാൻ പോവാൻ. അപ്പൊ ആ ഭൂതം യേശുവിനെ നമസ്കരിച്ചെങ്കിലും അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അപ്പൊ ഈ ലഗിയോൻ ബാധിച്ച മനുഷ്യന്റെ ഉള്ളിലെ ആയിരക്കണക്കിന് ഭൂതങ്ങൾ
യേശുവിന്റെ അടുത്ത് ഓടിച്ചെന്ന് ഉപദ്രവിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നേരത്തെ കൽപ്പിച്ചേച്ചാ അങ്ങോട്ട് വന്നത്. അവന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലകളിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കത്തോട് കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. അപ്പൊ 2000 പന്നികളിലേക്ക് 6000 ഭൂതങ്ങൾ കയറി. ആ ഭൂതങ്ങൾ പന്നികളിൽ കയറിയിട്ട് കടലിൽ ചാടി ചാകുന്നു. ഇവനെ ഇതുപോലെ കൊല്ലാനായിരുന്നു പരിപാടി. പക്ഷെ കർത്താവിന് അവനെ ആവശ്യമുണ്ടായിരുന്നുണ്ട്. കൊല്ലരുത്, ഞാനങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് അവനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പേടിച്ച് എന്ന കാലേ വീണതാ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്കും കർത്താവ് വന്നെങ്കിലേ ഭൂതത്തിനെ ഇറക്കാനൊക്കെ ഉള്ളൂ. ഭൂതങ്ങളെ ഇറങ്ങി ശുദ്ധീകരിച്ചാലേ ശുദ്ധീകരണ പെരുന്നാള് അനുഗ്രഹകരമാവുള്ളൂ. അപ്പൊ അശുദ്ധാത്മാക്കളാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. അശുദ്ധാത്മാക്കൾ കയറിയിട്ട് ആ ദുസ്വഭാവങ്ങളെല്ലാം വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ പുറയിൽ അശുദ്ധാത്മാക്കളുണ്ട്. അതിന്റെ പുറയിൽ അശുദ്ധാത്മാക്കൾ എങ്ങനെ വന്നു? ഹൃദയം ഇരുണ്ടപ്പോൾ, ഇരുട്ടത്തെ ഉണ്ടായതാ, പിശാച് ഉണ്ടാക്കിയതാ. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ട് വരാൻ പാടില്ല, വിളക്ക് കെടുത്താൻ പാടില്ല. നിന്റെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടായിരിക്കട്ടെ. ഒരു വാക്യം എവിടെയാണെന്നറിയാവോ? നിന്റെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാവോ ആ വാക്യം എവിടെയാന്ന് പറയാവോ? നമ്മുടെ ഉള്ളിലെ വിളക്ക് ഒരിക്കലും കെടാൻ പാടില്ല. കെടാവിളക്ക് വേണം നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ ഉള്ളിലെ വിളക്ക് കർത്താവ് എപ്പോഴാ കത്തിക്കുന്നതെന്നറിയാവോ? മാമോദിസായിലൊന്ന് കത്തിച്ചതാ. അത് 18-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ നമ്മുടെ ദീപത്തെ കത്തിക്കുമെന്ന്. എത്രാം വാക്യമാണെന്നറിയാവോ? നമ്മുടെ ഉള്ളിൽ ഇരുട്ട് വരാതിരിക്കണം. ഇരുട്ട് വന്നെങ്കിൽ ഉടനെ തന്നെ വിളക്ക് പിന്നെയും കത്തിച്ചോണം. അതുകൊണ്ടാണ് ആരാധന സ്ഥലത്ത് വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ ആരാധന ആരംഭിക്കുന്നത്. ഈ ആരാധന സ്ഥലത്തിന്റെ മധ്യത്തിൽ ഒരു വിളക്ക് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയം എപ്പോഴും പ്രകാശമുള്ളതായിരിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 18-ാം സങ്കീർത്തനത്തിലെ എത്രാമത്തെ വാക്യത്തിലാണ് അവൻ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും കണ്ടോ? സങ്കീർത്തനം 18-ാമത്തെ സങ്കീർത്തനത്തിൽ എത്രാമത്തെ വാക്യത്തിലാണ് അവൻ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? 28-ാം വാക്യം. 28-ാമത്തെ വാക്യം എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? നീ എന്റെ ദീപത്തെ കത്തിക്കും, നിന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അപ്പം നമ്മളെ ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ, സ്തുതിക്കാതിരുന്നാൽ, നന്ദി പ്രകടിപ്പിക്കാതിരുന്നാൽ ഇരുണ്ടുപോകും. ഇരുണ്ടുപോയാൽ അവിടെ ഇരുട്ടത്ത് താമസിക്കുന്ന ഭൂതങ്ങൾ താമസിക്കും. ഭൂതങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവം വികൃതമായിക്കൊണ്ടായിരിക്കും. 6000 ഭൂതം കയറിയപ്പോഴത്തെ ലക്ഷണമാണ് നമ്മളവിടെ കണ്ടത്. ഒരെണ്ണം കയറിയാൽ അങ്ങനെ ഇരിക്കും. ഒരെണ്ണം കയറിയാൽ ഇനി ചിലതൊക്കെ കാണിക്കും. അപ്പൊ എല്ലാ ദുസ്വഭാവങ്ങളുടെയും പുറയിൽ ഒരു ഭൂതമെങ്കിലും കാണും. അതിനെ ഇറക്കി വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്വഭാവം കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ല ദുസ്വഭാവം വരാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? നമ്മുടെ ആത്മാവിന്റെ ദീപം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അത് കെടാതെ സൂക്ഷിച്ചോണം. ആ കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയാണ് ആരാധന സ്ഥലത്തെല്ലാം ഈ മെഴുകുതിരിയും എണ്ണത്തിരിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ, വിളക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കെടാതെ സൂക്ഷിച്ചോണം. അരകെട്ടി ആ വിളക്കിന് എണ്ണ കൊടുത്ത് അത് കാറ്റത്ത് കെട്ടുപോകാതിരിക്കാൻ ചിമ്മിനിയൊക്കെ വെച്ച് വളരെ സൂക്ഷിച്ചെങ്കിലേ ഭൂതം കയറാതിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്നുള്ള വാക്യം എവിടെയാണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അതെവിടെയാണെന്നുള്ളത്? അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ.
ആർക്കെങ്കിലും ഓർമ്മയെന്ന് പറയാനൊക്കുമോ? നിങ്ങളുടെ അര കെട്ടിയിരിക്കണം, വിളക്ക് കത്തിയിരിക്കണം. കണ്ടോ? സുവിശേഷങ്ങളിലുള്ള ഒരു വചനമാണ്. അത് ഹോംവർക്ക് തന്നു വിട്ടാൽ മതിയോ? ഹോംവർക്ക് തന്നിരിക്കുക. ഞങ്ങള് 4 സുവിശേഷങ്ങളിൽ എവിടെയാണത്? അര കെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കട്ടെ. ഒന്ന് തപ്പി പിടിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കുകയല്ലേ കേട്ടോ. ഒരു ഹോംവർക്ക് തന്നേക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വിളക്കൊക്കെ ഉണ്ട്, പക്ഷെ ഹൃദയത്തിൽ വിളക്കുണ്ടോ എന്നറിയണ്ടേ? അതുകൊണ്ട് സമയം പോലെ വായിച്ച് കണ്ടുപിടിച്ചിട്ട് എഴുതിക്കൊണ്ട് വരണം. അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. കർത്താവ് ഒരിക്കൽ കത്തിച്ചു തരും. കെടാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഞായറാഴ്ച രാവിലെ 7 തൊട്ട് 8 വരെ കുർബാനയുണ്ട്. പുതുവശീത്തോ അല്ലെ ശുദ്ധീകരണ പെരുന്നാളിന് കുർബാനിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിൽ പോകുന്നെങ്കിൽ പോകാം, ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ വരാം. അങ്ങനെ നമ്മുടെ ആരുടെയെങ്കിലും ദീപം കെട്ടുപോയെങ്കിൽ അതൊന്നുകൂടെ കത്തിച്ചു തരാൻ പോവാം. അതിനെ ദീപത്തെ കെടുത്തിക്കളയുന്ന തിന്മയുടെ ശക്തികളുണ്ട്, അതിനെ പകരം കൊടുത്തു വിട്ടാൻ പോവാം. പകരത്തിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പോവാം. പകരം കൊടുത്താലേ ഇത് പോകുള്ളൂ. അതുകൊണ്ട് പകരം കർത്താവ് തരാൻ തയ്യാറുമാണ്. ലിഖിയോൻ ബാധിച്ച മനുഷ്യന് എത്ര പകരം കിട്ടി? 2000 പന്നിയെ കിട്ടി. നമുക്ക് എത്ര എണ്ണം വേണമെന്ന് അവർ തന്നെ പറയും, എത്ര എണ്ണം വേണമെന്ന്. അപ്പൊ അടുത്ത ഞായറാഴ്ചത്തെ വിളക്ക് കത്തിക്കലിന് മുമ്പായിട്ട് എത്ര എണ്ണം പകരത്തിനെ മേടിച്ചോണ്ട് പോകണം? യെശയ്യാ 43-ന്റെ 3-ാം വാക്യത്തിൽ അവൻ ചോദിക്കുന്നിടത്തോളം പകരം കൊടുക്കാൻ കർത്താവ് തയ്യാറാണ്. അപ്പൊ ആ ഉപകാരം നിങ്ങൾക്ക് ഓർത്തിട്ടുണ്ടോ? നമ്മളിന്ന് ശകലെങ്കിലും സുബോധത്തോടെ എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ ദൈവം കരുണ ചെയ്തിട്ടാണ് ഭൂതത്തിന് പകരം കൊടുത്ത് മാറ്റിയതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതിനൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോയതിന്. അപ്പോൾ ഭ്രാന്ത് വരാതിരിക്കണം എന്നാ വേണം? നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന അന്ധകാര ജീവികൾക്ക് പകരം കൊടുത്ത് വിട്ടുകൊണ്ടേയിരിക്കണം. യെശയ്യാ 43-ന്റെ 3 എന്നാ പറയുന്നത്? യെശയ്യാ 43-ന്റെ 3-ൽ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിനക്ക് മറുവിലയായി മിസ്രയീമിനെയും കൂശിനെയും ശെബയെയും കൊടുത്തിരിക്കുന്നു. പിന്നെ നീ എനിക്ക് വിലയേറിയവനാകയാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം വേറെ ജാതികളെയും കൊടുക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്. അപ്പൊ അതങ്ങ് പിടിച്ചോണം. കർത്താവെ, ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ അവനിൽ കയറി 6000 ഭൂതങ്ങൾ 2000 പന്നിയെ ചോദിച്ചു കൊടുത്തു. അവൻ സുഖപ്പെട്ടു. അവൻ സുബോധം പ്രാപിച്ചു, വസ്ത്രം ധരിച്ച് കർത്താവിന്റെ പാദത്തിങ്കിൽ പോയിരുന്ന സത്യക്രിസ്ത്യാനിയായി. നല്ല സ്വഭാവം. കർത്താവെ, ഞാൻ നിന്നെ ഇവിടെ വരിക എന്ന് പറഞ്ഞു. ശരി, കൊള്ളാം. ഞാൻ ആദ്യം നിന്നെ നീ ഭ്രാന്തനായി നടക്കുന്ന കാര്യം അറിഞ്ഞ് നാട്ടുകാരെ ഒന്ന് വിവരമൊന്നും അറിയിക്കണ്ടേ? ഇപ്പൊ എന്റെ കൂടെ വന്നാൽ ആരും അറിയുമോ? എന്നെ ഇവിടുന്ന് അവരിറക്കാൻ പോവാ. ഇവിടെ നിനക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഉപകാരം എല്ലാവരും ഒന്ന് അറിയിക്കും. വീട്ടിൽ പോയി ഓരോന്ന് കാണിക്കും. നിന്റെ ഭ്രാന്ത് മാറി സുബോധം പ്രാപിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നെ ശുദ്ധീകരിച്ചു, എന്നെ ദീപം പിന്നെയും കത്തിച്ചു, ഭൂതത്തിനെയൊക്കെ ഇറക്കി വിട്ടു. ഭൂതം ചോദിച്ചിട്ട് കണ്ടാലും പന്നിയും കൊടുത്തു. വീട്ടിലും നാട്ടിലൊക്കെ പോയി പറഞ്ഞേച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു സത്യക്രിസ്ത്യാനിയായ യേശുവിന്റെ അപ്പം സത്യക്രിസ്ത്യാനികളായ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഇരുട്ടിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഇരുട്ടത്ത് താമസിച്ചതായ തിന്മകൾക്കെല്ലാം പകരം കൊടുത്തു വിടണം. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പകരം? ചോദിച്ചു വാങ്ങിച്ചോണം. അങ്ങനെ നാളെ സങ്കേതഭവനത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം തിന്മയുടെ ശക്തികൾ നിങ്ങളുടെ ഹൃദയത്തെ അന്ധകാരമാക്കി, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്ധകാരമണ്ഡലങ്ങളിൽ ഏതെല്ലാം തിന്മ കഴിയുന്നുണ്ട്, അതിന് അവരെന്തുമാത്രം പകരം ചോദിക്കുന്നു. ആ പകരം കർത്താവ് അനുവദിച്ച് കിട്ടാൻ വേണ്ടി അതിന് പ്രത്യേക അപേക്ഷ കൊടുക്കണം. ശുദ്ധീകരണ പെരുന്നാളിന് മുമ്പുള്ള ഒരുക്ക ധ്യാനമായിട്ട് നാളെ സങ്കേതഭവനത്തിൽ കുർബാനയുണ്ട്, നാളെ കഴിഞ്ഞ് ഇവിടെയുണ്ട്. ഇതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ലെഗിയോൻ ബാധിച്ചവൻ 2000 പന്നിയെ കിട്ടിയ പോലെ നമുക്ക് ആയിരക്കണക്കിന് ജീവികളെ പകരം കിട്ടും. അവരിലേക്ക് തിരിച്ചുവിട്ടാലേ നമുക്ക് സുബോധത്തോടെ സൽസ്വഭാവത്തോടെ ഭക്തിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് സമയം പോകേണ്ടത് നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഉപകാരം പിതാവായ ദൈവം പുത്രനെ നമുക്ക് തന്നു. ആ പുത്രനാണ് ആദ്യത്തെ മറുവില. ആ പുത്രനാണ് ആദ്യത്തെ പകരം. പാപത്തിന്റെ ശമ്പളമായ മരണം, ആ മരണം യേശു ഏറ്റുവാങ്ങിയിട്ട് നമ്മളെ ജീവിപ്പിക്കുകയാണ്. പാപികളായ നമ്മൾ കാൽവരിയിൽ മരിച്ച യേശു മുഖാന്തരം ജീവിക്കണം. യേശു നമുക്ക് വേണ്ടിയാണ് മരിച്ചത്, പകരമായി തീർന്നു. അങ്ങനെ യേശു പകരമായി മരിച്ച്
നമുക്ക് ജീവൻ തന്നിട്ട് വീണ്ടും നമ്മുടെ മേൽ അവകാശമുള്ള തിന്മയുടെ ശക്തികൾ ചോദിക്കുന്നിടത്തോളം ജീവികളെ കൊടുക്കാൻ കർത്താവ് ഇപ്പോഴും തയ്യാറായിരിക്കുന്നു. അപ്പൊ യെശയ്യാ 41 വായിച്ച്, കർത്താവേ, നീ എനിക്ക് പകരമായി മരിച്ചതിന് നന്ദി, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, ഞാൻ മരിക്കേണ്ടതുപോലെ നീ മരിച്ചു, നീ എന്നിൽ ജീവിച്ചോണം എന്ന് പറഞ്ഞ് പിതാവ് നമുക്ക് പുത്രനെ തന്നെങ്കിൽ പുത്രൻ നമ്മളെ തന്നെ കൊടുക്കണം, എങ്കിലേ കടം വീടുകയുള്ളൂ. അതുകൊണ്ട് പിതാവ് തന്നതായ ഉപകാരം പുത്രനെയാണ്. നമ്മൾ പ്രത്യുപകാരം ചെയ്യേണ്ടത് നമ്മളെ തന്നെ അങ്ങോട്ട് കൊടുക്കണം. അതാണ് റോമാലേഖനം 12 അധ്യായത്തിൽ ഇതിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതാണ് പ്രതിഷ്ഠാ പെരുന്നാൾ, അടുത്തതിന് പിന്നത്തെ ഞായറാഴ്ച. ഇപ്പൊ പ്രതിഷ്ഠാ പെരുന്നാൾ വിജയിക്കണമെങ്കിൽ ശുദ്ധീകരണ പെരുന്നാൾ വിജയിക്കണം. ശുദ്ധീകരണ പെരുന്നാൾ വിജയിക്കണമെങ്കിൽ ലഘുവൻ ബാധിച്ചവൻ സുഖപ്പെട്ടതുപോലെ നമ്മളെ അശുദ്ധമാക്കുന്ന അശുദ്ധാത്മാക്കൾ ചോദിക്കുന്നതോടും പൊന്നുമ്പല കടത്ത് അവരെ ഇറക്കി വിടണം. എന്നിട്ട് ആ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് കയറി വന്ന് നമ്മുടെ ദീപം കത്തണം. കത്തിയ ദീപം കെടാതെ നോക്കണം. ഇങ്ങനെ മാത്രമേ നമുക്ക് കല്യാണത്തിന് പോകാനൊക്കെയുള്ളൂ. ബുദ്ധിയുള്ള കന്യകമാർ ദീപം കത്തിച്ച് മണവറയിൽ പ്രവേശിച്ചതുപോലെ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലെ വിളക്ക് കെടാതെ സൂക്ഷിച്ച് സ്വർഗീയ മണവാളനായ യേശുവിന് മണവറയിൽ പ്രവേശിച്ച് അവനുമായി ഒന്നാകുവാൻ അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അശുദ്ധികളോടും അഭക്തികളോടും യാത്ര പറവാൻ ഇനിയുള്ളതായ ദിവസങ്ങൾ അവസരങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളിൽ ഞങ്ങൾ മറന്നുപോയി ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഓർമ്മയുള്ള ചില ഉപകാരങ്ങളുണ്ട്, എന്നാൽ അതിനേക്കാൾ വിലയേറിയ പല ഉപകാരങ്ങൾ ഞങ്ങൾ മറന്നുപോയി. ആ പിതാവായ ദൈവം വരാൻ പുത്രനെ തന്നു. ആ പുത്രന്റെ ഞങ്ങൾക്ക് രക്തം മുഴുവൻ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ പാപശാപം മുഴുവൻ തന്റെ മേലാക്കി. ഞങ്ങളുടെ ഹൃദയത്തെ ഇഴിട്ടിച്ച് കളഞ്ഞതായ ഭൂതങ്ങൾ ചോദിച്ചിടത്തോളം പൊന്നുമ്മല കൊടുത്ത് മറുവില കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിലോ ഞങ്ങളുടെ മക്കളിലോ ഞങ്ങളുടെ പൂർവ്വരിലോ ഉണ്ടായിരുന്ന എല്ലാ ദുരാത്മാക്കളെയും മാറ്റി ദുസ്വഭാവങ്ങളിൽ നിന്നും വിടുവിച്ച സൽസ്വഭാവികളായി നല്ല ഭക്തരായി ഞങ്ങളുടെ ഹൃദയത്തിലെ ആ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.